നമ്മളെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിൻ്റെ പരിപാടി അതുപോലെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിനിപ്പോൾ ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗ്രൂപ്പിൻ്റെ അതിൽ നിന്ന് അതായത് അതേപോലെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരു 5-6-7 ഐറ്റംസൊക്കെ ഉണ്ടാവും. 8-9 ഉണ്ടാവും ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ പലവിധ ഐറ്റംസ് നമ്മൾ വേണ്ടവർക്ക് ഇങ്ങനെ കൊടുക്കണം. പോയിൻ്റ് അടിസ്ഥാനം കേട്ടോ. സാധനങ്ങൾ ചിലവാകുന്ന ഓരോ പോയിൻ്റ് അടിസ്ഥാനത്തിലാട്ടോ. അപ്പോൾ അതിന് ശേഷം ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, മാഷാ അല്ലാ. എനിക്കെന്തായാലും ഇതിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് കാലുമ്മ ഒരു കുരു ഉണ്ടായിരുന്നു. അത് ഇന്നലെ പോയിട്ട് കീറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും പരിപാടി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഫോൺ വിളിച്ചോലൊക്കെ കാണുന്നുണ്ട്. ടീച്ചർക്ക് പിന്നെ വിളിക്കാൻ പറ്റില്ല, ടീച്ചർ ആ തിരക്കിലാവില്ലേ. അപ്പം ഞാൻ എല്ലാ രക്ഷിതാക്കൾക്കും അതുപോലെ അടല്ലേ ലക്ഷ്മി ചേച്ചിക്കും അമൃതക്കൊക്കെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് കേട്ടോ. ലൈവായിട്ട് കാണുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ഞാനിത് ഈ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാനെന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് അതിൻ്റെ മുന്നേ തന്നെ പോകേണ്ടി വന്നു. തലേ ദിവസം ഞാൻ വേദന സഹിച്ചുകൊണ്ട് പിന്നെ സ്കൂളിൽ പോയിരുന്നു. ആ സ്കൂളിൽ പോയി തിരിച്ച് പോന്നപ്പോഴത്തേന് പിന്നെ ബസ് ഇറങ്ങിയപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്ത വേദനയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു എന്തായാലും കീറി പഴുപ്പെല്ലാം എടുക്കണം എന്നാണ്. ഞാനിപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുക റെസ്റ്റിൽ. എന്തായാലും നമ്മളെ സ്കൂളത്തെ പരിപാടിയെല്ലാം ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് അടിച്ചെടുക്കുക, ഷെയർ ചെയ്യുക. അതേപോലെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കും. എനിക്ക് കിട്ടിയിരിക്കുന്ന മോഹൻ മാഷാണ്. ഞാൻ മോഹൻ മാഷിൻ്റെ എന്തോ ഗിഫ്റ്റൊക്കെ ഞാൻ തലേന്ന് തന്നെ അവിടെ വാങ്ങി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ടീച്ചർ മോളും മോനുമാണ് കേട്ടത്. പിന്നെ പാക്ക് ചെയ്ത് വെച്ച് അപ്പോൾ അത് അവരോട് എടുക്കാൻ പറഞ്ഞു. അത് പാക്ക് ചെയ്ത് പൈസ എല്ലാം കൊടുത്ത് വെച്ചതിൻ്റെ എന്തോ ഒരു ഭാഗ്യം എന്നറിയില്ല. നമുക്ക് എന്തോ ഒരു മുൻകൂട്ടി നമ്മളൊരിതിൽ പഠിച്ച തമ്പുരാനെല്ലാം കാണിച്ചു തരുന്നുണ്ട്, അറിയില്ല. അതാണ് സംഭവം. അപ്പോൾ എന്തായാലും പരിപാടി ഉഷാറായിട്ടുണ്ട്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. ഇതെല്ലാം കണ്ടപ്പോൾ ഒരു സന്തോഷം. അതുപോലെ ഇതിലെടുത്ത് പറയാനുള്ള ഒന്നെന്ന് വെച്ചാൽ നമ്മളെ സ്കൂളിൽ വരുന്ന കുട്ടികളും അവരുടെ പേരൻസും
എല്ലാം നല്ല കട്ട സപ്പോർട്ടായിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വൈറ്റും അതുപോലെ റെഡും കളറുള്ള ഡ്രസ്സുകൾ മാത്രമാണ് ധരിച്ചിട്ടുള്ളത്. അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ പ്രൊമോട്ടർമാരുണ്ട്, മെമ്പർമാരുണ്ട്, അവിടെയുള്ള മാഷന്മാർ, അങ്ങനെയല്ല എല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ. അവരൊന്നും പിന്നെ അങ്ങനെ അവരോടൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ നിർബന്ധം. എന്തായാലും നമ്മളെ രക്ഷിതാക്കൾ നല്ല കട്ട സപ്പോർട്ടാണ്. എല്ലാ പരിപാടിയിലും നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കുക. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്ക് അടിക്കുക. നമ്മളെ മക്കളെ സന്തോഷം ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. മേലെ പോയിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്താൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മോഹൻ മാഷ് ഈ കണ്ണട വെച്ച അയാളാണ് എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.